നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം ജില്ലയിലും ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. രോഗബാധ ഷാർജയിൽ നിന്നെത്തിയ ബാംഗ്ലൂർ സ്വദേശിക്ക്. ഇയാൾ ടാൻസാനിയയിലും സന്ദർശനം നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കേരളത്തിൽ 3297 പേർക്ക് കോവിഡ്, 3609 പേർക്ക് രോഗമുക്തി. മലപ്പുറത്ത് 135 പേർക്ക് രോഗബാധ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. വരം 8ാമത് സംസ്ഥാനതല ഭിന്നശേഷി സംഗമം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വരം പുരസ്കാരം KV റാബിയക്ക് മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 27, 28, 29 തീയതികളായി വാഗൺ ട്രാജഡി ടൗൺ ഹാളിലെ PP അബ്ദുള്ളക്കുട്ടി നഗറിൽ നടക്കും. മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരൂരിൽ ഹൈടെക് അറവുശാല ഒരുങ്ങുന്നു. 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ജില്ലയിലും ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. ഷാർജയിൽ നിന്നെത്തിയ ബാംഗ്ലൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഈ മാസം 14-നാണ് ഇയാൾ ഷാർജയിൽ നിന്നെത്തിയത്. ഈ മാസം 14-ന് ഷാർജയിൽ നിന്നെത്തിയ 36-കാരനായ മംഗളൂരു സ്വദേശിക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചത്. മലപ്പുറത്തെ കേസ് കൂടി കണക്കിലെടുത്താൽ നിലവിൽ സംസ്ഥാനത്ത് 8 പേർക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ മാസം 14-നാണ് 36-കാരനായ മംഗളൂരു സ്വദേശി ഷാർജയിൽ നിന്നെത്തിയത്. രോഗം സ്ഥിരീകരിച്ച വ്യക്തി നേരത്തെ ടാൻസാനിയ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം നടത്തിയ RT-PCR പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം കൃത്യമായ യാത്രാരേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇദ്ദേഹം ടാൻസാനിയയിലും 2 ആഴ്ച മുമ്പ് സന്ദർശനം നടത്തിയിരുന്നെന്ന വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് ജനിതക ശ്രേണീകരണത്തിനായി സാമ്പിൾ അയക്കുകയായിരുന്നു. പരിശോധനയിൽ ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച 7 പേരുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലങ്ങളും കാത്തിരിക്കുകയാണ്. മലപ്പുറത്തും ഒമൈക്രോൺ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. രോഗം സ്ഥിരീകരിച്ച മംഗളൂരു സ്വദേശി സഞ്ചരിച്ച വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരോടും നിരീക്ഷണത്തിൽ പോകാൻ ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈറിസ്ക് പട്ടികയിൽപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്കും ഒമൈക്രോൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നത്. നിലവിൽ ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നും വന്ന 3 പേർക്ക് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ 3297 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 52,570 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആകെ മരണസംഖ്യ 44,407 3,609 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 135 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ 51.03 ലക്ഷം ഡോസ് വാക്സിനാണ് നൽകിയത്. കേരളത്തിൽ ശനിയാഴ്ച 3297 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്, 708 പേർ. 72 രോഗികളുള്ള കാസർഗോഡ് ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ പിന്നിൽ. 24 മണിക്കൂറിനിടെ 52,570 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10-ന് മുകളിലുള്ള 5 തദ്ദേശ പ്രദേശങ്ങളിലായി 6 വാർഡുകളുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,41,586 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,37,745 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 3,841 പേർ ആശുപത്രികളിലുണ്ട്. 209 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ 43 മരണങ്ങളും അപ്പീൽ നൽകിയ 175 മരണങ്ങളും അടക്കം സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 44,407 രോഗം സ്ഥിരീകരിച്ചവരിൽ 19 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 3,109 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചപ്പോൾ 132 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 37 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 3,609 പേർ രോഗമുക്തി നേടി. ഇതോടെ 31,901 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിനി ചികിത്സയിലുള്ളത്. 51,37,619 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ 135 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 3.35% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആകെ 4,034 സാമ്പിളുകൾ പരിശോധിച്ചു. 127 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 3 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ 5 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ ഇതുവരെ 51,3603 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് വിതരണം ചെയ്തത്. ഇതിൽ 30,81,669 പേർക്ക് 1-ാം ഡോസും 20,21,934 പേർക്ക് 2-ാം ഡോസ് വാക്സിനും നൽകി. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തിരുത്തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ 8ാമത് സംസ്ഥാനതല ഭിന്നശേഷി സംഗമവും പുരസ്കാര വിതരണവും നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുടർന്ന് സൗഹൃദ സംഗമം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു.
ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും സർക്കാർ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്നും അവർ പറഞ്ഞു. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ 8ാമത് സംസ്ഥാനതല ഭിന്നശേഷി സംഗമവും പുരസ്കാര വിതരണവും നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഒക്കെ ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാവശ്യമായിട്ടുള്ള നടപടികളിലൂടെ നാം കടന്നു പോകുകയാണ്. കേരള സംസ്ഥാനത്ത് 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിഷും നിപ്മറും NIPMR അത് തൃശ്ശൂർ ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന NISH നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഈ 2 സ്ഥാപനങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാ രീതിയിലുമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നല്ല രീതിയിൽ നടത്തുകയാണ്. 2021 വരം പുരസ്കാരം അക്ഷരപുത്രി KV റാബിയയ്ക്ക് മന്ത്രി സമ്മാനിച്ചു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് കഴിഞ്ഞ 30 വർഷമായി റാബിയ ചെയ്ത സേവനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യപ്രഭാഷണം നടത്തി. നിർധരായ 5 ഭിന്നശേഷിക്കാർക്ക് പവർ വീൽ ചെയർ കൈമാറി. ഭിന്നശേഷി മോട്ടിവേഷൻ ട്രെയിനർ ഷിഹാബ് പൂക്കോട്ടൂർ ക്ലാസ് എടുത്തു. 33 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ A കൃഷ്ണമൂർത്തിയെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ E അഫ്സൽ, VKM ഷാഫി, വരം കോർഡിനേറ്റർ മുജീബ് താനാളൂർ, സർവകലാശാല NSS കോർഡിനേറ്റർ ഡോക്ടർ സുന്ദർരാജ്, സംസ്ഥാന ഭിന്നശേഷി ഉപദേശക സമിതി അംഗം ഗിരീഷ് കീർത്തി, മുൻ ജില്ലാ പോലീസ് മേധാവി P രാജു, മലപ്പുറം ഡയറ്റ് ലെക്ചർ S ബിന്ദു, വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബദ്രുസമാൻ മൂർക്കനാട്, വരം ജോയിന്റ് കൺവീനർ ഡോക്ടർ M റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സൗഹൃദ സംഗമം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ആശുപത്രി പാലിറ്റീവ് വിഭാഗം മേധാവി ഡോക്ടർ VM അബ്ബാസ്, ടിംബർ ശ്രീനിവാസൻ, നാസർ കുറ്റൂർ, P കോയ, റഹീന കൊളത്ര, സൽമ തിരൂർ എന്നിവർ സംസാരിച്ചു. ദീർഘകാലത്തിന് ശേഷം കുട്ടികളുടെ ഭിന്നശേഷി കലാപരിപാടികൾ സ്റ്റേജിലേക്ക് വീണ്ടും എത്തിച്ചു എന്നതും ഈ പ്രോഗ്രാമിന്റെ സവിശേഷതയായി. ജില്ലക്കകത്തും പുറത്തുമുള്ള സ്പെഷ്യൽ സ്കൂൾ BRCകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറി. ലിംഗസമത്വത്തിന്റെ പേരിൽ ഒരു പ്രത്യേക വസ്ത്രധാരണ രീതി പെൺകുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് ഇന്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെന്റ് IGM ജില്ലാ ഡെലിഗേറ്റഡ് മീറ്റ് അഭിപ്രായപ്പെട്ടു. തിരുനൂറിലേക്ക് നടന്ന ജില്ലാ ഡെലിഗേറ്റ് മീറ്റ് KNM മർക്കസുദ്ദാവ ജില്ലാ ജനറൽ സെക്രട്ടറി T ആബിദ് മദനി ഉദ്ഘാടനം ചെയ്തു. വസ്ത്രധാരണമാണ് ആൺപെൺ വിവേചനത്തിന്റെ കാരണമെന്നത് തെറ്റായ സന്ദേശമാണ്. ഒരു വിദ്യാലയത്തിലെ എണ്ണത്തിൽ പരിമിതരായ ആൺകുട്ടികളുടെ യൂണിഫോം മഹാഭൂരിപക്ഷം വരുന്ന പെൺകുട്ടികൾക്ക് മേലും അടിച്ചേൽപ്പിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും ജില്ലാ ഡെലിഗേറ്റ് മീറ്റ് അഭിപ്രായപ്പെട്ടു. തിരുനൂറിലേക്ക് പാർക്കിൽ നടന്ന ഡെലിഗേറ്റ് മീറ്റ് KNM മർക്കസുദ്ദാവ ജില്ലാ ജനറൽ സെക്രട്ടറി T ആബിദ് മദനി ഉദ്ഘാടനം ചെയ്തു. ലിംഗ സമത്വവാദം ഒളി അജണ്ടയുടെ പിന്നാമ്പുറമോ എന്ന വിഷയത്തിൽ നടന്ന ആശയ സംവാദം KNM സംസ്ഥാന സെക്രട്ടറി സുഹൈൽ സാബിർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ട്രെയിനറും മോട്ടിവേറ്ററുമായ അബ്ദുൾ ഷെരീഫ് ആശയ സംവാദത്തിന് നേതൃത്വം നൽകി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 150ഓളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു. ജില്ലാ സെക്രട്ടറി അബ്ദുൽ അസീസ് തിരങ്ങാടി, റസിയാബി ടീച്ചർ, VP ആബിദ്, EO സനീൻ, ഷുഫൈന തിരങ്ങാടി, സഫ താനാളൂർ, അഷാറ, നിഷ്ഠ രണ്ടത്താണി, തൻവീറ, റുഫൈറ തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര അറബിക് ദിനത്തിൽ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ അറബിക് ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ റൂബി ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. റൂബി ജൂബിലി പ്രഖ്യാപനവും അറബിക് ദിനാചരണ പ്രഭാഷണവും MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ അറബിക് ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന റൂബി ജൂബിലി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഞാൻ 4 ദിവസം മുമ്പ് ഒരു ഗവൺമെന്റ് കമ്മിറ്റിയിൽ അറബിക് സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വന്ന റിപ്പോർട്ട് ഇത് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷയല്ല എന്നുകൊണ്ട് അറബിക് സർവകലാശാല അനുവദിക്കേണ്ടതില്ല എന്നാണ്. ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക ഭാഷയല്ല എന്നുള്ളത് കൊണ്ട് അറബിക് സർവകലാശാല അനുവദിക്കേണ്ടതില്ല എന്ന് റിപ്പോർട്ടിന്റെ അവസാനത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു വന്നിരിക്കുന്നു. അവൻ ചോദിച്ചു, എവിടെയെങ്കിലും സർവകലാശാല തുടങ്ങുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് ഔദ്യോഗിക ഭാഷകൾ ആണെങ്കിലേ തുടങ്ങാവൂ എന്നെവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അറബിക്കിലെ മിടുക്കരായ 2 വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ഏർപ്പെടുത്തിയ ഫാരിഷ നാഫിയ പുരസ്കാരങ്ങൾ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികളായ സദീദ, റുഷ്ത ജൂബി എന്നീ വിദ്യാർത്ഥികൾക്ക് MLA സമ്മാനിച്ചു.
അറബിക് വിഭാഗം തലവൻ ഡോക്ടർ PT സൈനുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കോളേജ് അറബിക് വിഭാഗം ആരംഭിച്ചിട്ട് 40 ആണ്ട് പൂർത്തിയാവുന്ന ഈ വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 40 ദിന പരിപാടികളോടെയാണ് റൂബി ജൂബിലി ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി അക്കാദമിക് സെക്ഷനുകൾ, സാഹിത്യ സാംസ്കാരിക സദസ്സുകൾ, ദേശീയ അന്തർദേശീയ കലാമത്സര പരിപാടികൾ, സെമിനാർ സീരീസ്, വിവിധ വിഷയങ്ങളിൽ ശില്പശാലകൾ, ഫുഡ് ഫെസ്റ്റ്, പുസ്തക പ്രകാശനം തുടങ്ങിയാണ് പ്രധാന പരിപാടികൾ. 2022 ഡിസംബർ 18-നാണ് ജൂബിലി പരിപാടികൾ അവസാനിക്കുക. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MS അജിത് മുഖ്യപ്രഭാഷണം നടത്തി. അറബിക് PG 1-ാം വർഷ വിദ്യാർത്ഥികൾ ഒരുക്കിയ അറബിക് വാൾപേപ്പർ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ VP ബാബു പ്രകാശനം ചെയ്തു. ചടങ്ങിൽ മെഹർഷ കൽദിക്കൽ, രാജൻ MS, ഡോക്ടർ ജാഫർ സാദിഖ്, ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ മുഹമ്മദ് ചനാടൻ, ഡോക്ടർ അബ്ദുള്ള കോയത്തങ്ങൾ, ഡോക്ടർ ഹിലാൽ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു. നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ അനുകൂല നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചതെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. സർക്കാർ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു 21 മുതൽ സമരം പ്രഖ്യാപിച്ചിരുന്നത്. യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുകൂല തീരുമാനം കൈക്കൊള്ളുന്ന സാഹചര്യത്തിലാണ് സംയുക്ത ബസ് ഉടമ സമിതി ചൊവ്വാഴ്ച മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം മാറ്റിവെക്കാനുള്ള തീരുമാനമുണ്ടായത്. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ 21 മുതൽ സമരമുണ്ടാകില്ലെന്നും മാറ്റിവെച്ചതായും ബസ് ഉടമ സംയുക്ത സമിതി നേതാക്കൾ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിച്ച് 1 മാസം കഴിഞ്ഞിട്ടും തീരുമാനമൊന്നും ഉണ്ടായില്ലെന്ന് ആരോപിച്ചാണ് ഉടമകൾ വീണ്ടും സമരം പ്രഖ്യാപിച്ചിരുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗജന്യം നൽകണമെങ്കിൽ ടാക്സിൽ ഇളവ് നൽകുകയോ ഡീസലിന് സബ്സിഡി നൽകുകയോ വേണമെന്നതായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യം. സർക്കാർ ഇത് പരിഗണിച്ചില്ലെങ്കിൽ 21 മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്തുമെന്നും ഡിസംബർ ആദ്യവാരം തന്നെ ബസ് ഉടമകൾ വ്യക്തമാക്കിയിരുന്നു. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ പോലും അംഗീകരിച്ചതാണെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കൂട്ടാതെയുള്ള യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നുമാണ് ബസ് ഉടമകളുടെ നിലപാട്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 27, 28, 29 തീയതികളിലായി വാഗൺ ട്രാജഡി ടൗൺ ഹാളിലെ PP അബ്ദുള്ളക്കുട്ടി നഗറിൽ നടക്കും. 27 പകൽ 10-ന് മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 26-ന് വൈകിട്ട് 4-ന് പൊതുസമ്മേളന നഗരിയിൽ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ എത്തിച്ചേരും. തുടർന്ന് പതാക ഉയർത്തും. ജില്ലാ സമ്മേളനത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ A വിജയരാഘവൻ, EP ജയരാജൻ, PK ശ്രീമതി, എളമരം കരീം, K രാധാകൃഷ്ണൻ, ബേബി ജോൺ, TP രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് 26-ന് വൈകിട്ട് 4-ന് പൊതുസമ്മേളന നഗരിയിൽ പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ എത്തിച്ചേരും. തുടർന്ന് പതാക ഉയർത്തും. ജില്ലാ സമ്മേളനത്തിന്റെ പ്രസിഡന്റാർത്ഥം തിരൂർ ഏരിയയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെയും ബ്രാഞ്ചുകളിലുമായി സെമിനാറുകൾ, മെഹന്തി, ചിത്രരചന, വോളിബോൾ, ഫുട്ബോൾ, വടംവലി, കബഡി, ക്രിക്കറ്റ്, കാളപൂട്ട്, ചൂണ്ടയിടൽ, പാചക മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയാണ് നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. സമാപന സമ്മേളനം പൊതുയോഗത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നമ്മൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള KP മൊയ്തീൻ കുട്ടിയാക്കാൻ്റെ പേരിലുള്ള നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്ത് വെച്ചാണ്. ഇതാണ് സമ്മേളനം നടക്കുന്ന 3 പ്രധാനപ്പെട്ട വേദികൾ. പിന്നീട് അതിൻ്റെ അനുബന്ധ പരിപാടികൾ പിന്നെ 18-ാം തീയതി വരെയുള്ള പരിപാടികൾ അന്ന് അനൗൺസ് ചെയ്താണ്. ഇന്ന് നടക്കുന്നത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. M സ്വരാജാണ് പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ ഇന്ന് വെട്ടത്ത് വെച്ചിട്ടും പിന്നെ വലതുപക്ഷ മാധ്യമ സംസ്കാരം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വരാജ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിസംബർ 19 മുതൽ ടൗൺ ഹാൾ പരിസരത്ത് സെമിനാറുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ, ഗാനമേള എന്നിവ അരങ്ങേറും. 19-ന് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് യൂത്ത് സാംബ യുവതയുടെ സമരോത്സവം നടക്കും. പൂങ്കോട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച് ടൗൺ ഹാൾ പരിസരത്ത് എത്തിച്ചേരും. തുടർന്ന് സമ്മേളനം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്യും. ലിൻഡോ ജോസഫ് MLA സംസാരിക്കും. തുടർന്ന് വൈകിട്ട് 6-ന് അലോഷി പാടുന്നു ഗാനസന്ധ്യ അരങ്ങേറും. 20-ന് തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്ത്രീ ശാക്തീകരണം, വെല്ലുവിളികളും സാധ്യതകളും എന്ന സെമിനാർ ദാമോദര നഗറിൽ നടക്കും. ഡോക്ടർ ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്യും. 21-ന് ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് K ദാമോദരൻ നഗറിൽ ദേശീയ വിദ്യാഭ്യാസ നയവും കേരളവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. 22 ബുധനാഴ്ച വൈകിട്ട് 4-ന് ചങ്ങാത്ത മുതലാളിത്തവും വർഗസമരവും എന്ന സെമിനാർ CITUS ദേശീയ സെക്രട്ടറി K ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. 23-ന് വൈകിട്ട് 4-ന് മലപ്പുറത്തിന്റെ ഇടതുപക്ഷ പൈതൃകം എന്ന സെമിനാർ നോർക്ക വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 24-ന് വെള്ളിയാഴ്ച പകൽ 2-ന് തിരൂർ പൊന്നാനിപ്പുഴയിൽ പടിഞ്ഞാറക്കര മുതൽ തിരൂർ വരെ ജലഘോഷയാത്ര നടക്കും. പടിഞ്ഞാറക്കര മുതൽ നമ്മുടെ തിരൂർ വരെ, നമ്മുടെ തിരൂർ പുഴ വരെ ജലഘോഷയാത്രയാണ്. നമ്മൾ കണ്ടതിൽ വെച്ച ഏറ്റവും ഉജ്ജ്വലമായ ഒരു പരിപാടിയാണ് ജലഘോഷയാത്ര. ഏതാണ്ട് 1 മണിക്ക് അവിടെ നിന്ന് ആരംഭിച്ച് ഒരു 4-5 മണിയോട് കൂടി ഇവിടെ സമാപിക്കുന്ന രൂപത്തിലുള്ള ജലഘോഷയാത്രയാണ്. വിവിധങ്ങളായ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട ജലഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്.
2:30 പ്രവാസവും കേരളം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. 4:30 കവിതയും കാലവും എന്ന സെമിനാർ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. 25 വൈകിട്ട് 2 കോരങ്ങത്ത് സമുച്ചയത്തിൽ സഹകരണ മേഖലയും കേന്ദ്ര നയവും എന്ന സെമിനാർ കൺസ്യൂമർ ബോർഡ് ഫെഡ് ചെയർമാൻ M മെഹബൂബ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 ഭരണഘടനയും പാർലമെന്ററി ജനാധിപത്യം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ നിയമസഭാ സ്പീക്കർ MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും. 26 7 മണിക്ക് സമരഗാഥ നൃത്തശില്പം അരങ്ങേറുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ദീപശിഖ ജാഥ ആരംഭിക്കുന്നത് താനൂരിൽ നിന്നാണ്. 921 സ്വാതന്ത്ര്യ സമര പോരാളി ഉമ്മൈത്താനകത്ത് കുഞ്ഞിക്കാതൻ്റെ സ്മരണകളിരമ്പുന്ന താനൂരിൽ നിന്ന് തുടങ്ങി അത് നടുവിലങ്ങാടിയിൽ കേന്ദ്രീകരിച്ച് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് വരും. മറ്റൊന്ന് കൊടിമര ജാഥയാണ്. കോട്ടേരി നാരായണൻ കാവുംപുറത്തുനിന്ന് അവരുടെ വസതിയിൽ നിന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് BP സക്കറിയ ക്യാപ്റ്റനായിട്ടുള്ള ജാഥയാണ്. അത് കടുങ്ങാത്തോണ്ട് വഴി വന്ന് വടക്കേങ്ങാടിയിൽ പയ്യനങ്ങാടി കേന്ദ്രീകരിച്ച് നമ്മുടെ സമ്മേളന നഗറിലേക്ക് വരും. അത് മൂന്നും കൂടി നമ്മളെ K ദാമോദരൻ സാംസ്കാരിക നഗറിൽ ഒത്തുചേർന്ന് അവിടെ പതാക ഉയർത്തും. വൈകിട്ട് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ അവിടെ പതാക ഉയർത്തും. ഞാൻ പതാക കൊടിമര ജാഥകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ദീപശിഖ ജാഥൻ്റെ ക്യാപ്റ്റൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VP അനിലാണ്. താനൂരിൽ നിന്ന് വരുന്ന ദീപശിഖ ജാഥ. അന്ന് വൈകിട്ട് 7 മണിക്ക് മാതാ പേരാമ്പ്രയുടെ സമരഗാഥ നൃത്തശില്പമാണ് K ദാമോദരൻ സാംസ്കാരിക നഗറിൽ നടക്കുന്നത്. സംഘാടക സമിതി ജനറൽ കൺവീനർ E ജയൻ, വൈസ് ചെയർമാൻ A ശിവദാസൻ, ട്രഷറർ അഡ്വക്കേറ്റ് P അംസക്കുട്ടി, സെമിനാർ കൺവീനർ PP ലക്ഷ്മണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ ശിങ്കാരി മേളത്തോടു കൂടിയ വിളംബര റാലിയും സെമിനാറും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് മംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ ശിങ്കാരി മേളത്തോടു കൂടിയ വിളംബര റാലിയും സെമിനാറും സംഘടിപ്പിച്ചത്. മത്സ്യമേഖലയും കേന്ദ്ര നയങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം E അഫ്സൽ, CIT ഏരിയ സെക്രട്ടറി KV പ്രസാദ്, E ജാഫർ എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി A പ്രേമാനന്ദൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ CP ഷുക്കൂർ സ്വാഗതവും U പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടന്നു. എയ്ഡഡ് UP വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യ യൂണിഫോം ഉടൻ അനുവദിക്കണമെന്ന് KPSTA മംഗലം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. വള്ളത്തോൾ LP സ്കൂളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കൗൺസിലർ സിബി തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ എയ്ഡഡ് UP വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടി സൗജന്യ യൂണിഫോം ഉടൻ അനുവദിക്കണമെന്നും സാധാരണ ജനങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ 2 തരത്തിൽ കാണരുതെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA മംഗലം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തൊട്ടാകെയുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം സൗജന്യമായി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ 2 തരത്തിൽ കാണുവാൻ സർക്കാർ ശ്രമിക്കരുത്. എയ്ഡഡ് LP സ്കൂളിലെ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 2 ജോഡി യൂണിഫോം നൽകിയപ്പോൾ എയ്ഡഡ് UP സ്കൂളിലെ LP വിഭാഗത്തിന് പോലും യൂണിഫോം നൽകാത്ത നടപടി പുനഃപരിശോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വള്ളത്തോൾ LP സ്കൂളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കൗൺസിലർ സിബി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് സുരേഷ് മുട്ടന്നൂർ അധ്യക്ഷനായിരുന്നു. KPSTA അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വദേശ് മെഗാ ക്വിസിലെ വിജയികൾക്ക് സുരേഷ് കുമാർ ചേന്ദ്ര ഉപഹാരങ്ങൾ നൽകി. VP രാജീവ്, P അബ്ദുൽ ഷുക്കൂർ, KP നസീബ്, CK ജോൺ, പ്രമോദ് കുമാർ, MP റജുല ബീഗം, സിജി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി TP സുരേഷിനെ പ്രസിഡന്റായും രാജീവ് VPS സെക്രട്ടറിയായും KK ജാസ്മിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാഘോഷത്തിന്റെ ഭാഗമായി താനൂർ ഉപജില്ലാ KTF കമ്മിറ്റി കോട്ടൂർ അലവിക്കുട്ടി മൗലവിയെ ആദരിച്ചു. പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം അലവിക്കുട്ടി മൗലവിക്ക് നൽകി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് KTF താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടൂർ അലവിക്കുട്ടി മൗലവിയെ ആദരിച്ചത്. പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനനായ മൗലവിക്ക് ഈ അറബി ഭാഷാ സാഹിത്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തിനും വലിയ പങ്ക് ഇനിയും നടത്താനും നിർവഹിക്കാനും കഴിയട്ടെ. അതിന് സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. അറബി ഭാഷാ പ്രചാരണത്തിൽ കോട്ടൂർ അലവിക്കുട്ടി മൗലവിയുടെ പങ്ക് മഹത്തരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അറബി കാവ്യരചനാ രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ലോക അറബി ഭാഷാ ദിനാഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിച്ചത്. ചടങ്ങിൽ താനൂർ ഉപജില്ലാ KTF പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി PK ഷാക്കിർ, സാജിദ് മങ്ങാട്ടിൽ, KT ഇസ്മായിൽ, N അനസ് ബാബു, MP ഷറഫുദ്ദീൻ, അസൻ, സഫീർ താനാളൂർ, ഷിഹാബുദ്ദീൻ കാവപ്പുര, K റഹീദാബി തുടങ്ങിയവർ സംസാരിച്ചു.
താനൂർ ചീടാങ്കടപ്പുറത്ത് മത്സ്യബന്ധന ഉപകരണങ്ങൾ മോഷണം പോയതായി പരാതി. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചീരാങ്കടപ്പുറത്തെ ഹിസ്സത്ത് വള്ളത്തിലെ വലയോടൊപ്പം തുന്നിച്ചേർക്കുന്ന ഇയം വെയിറ്റാണ് മോഷ്ടിക്കപ്പെട്ടത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഇവിടെ വല ഇറക്കിയിട്ടുണ്ട്. അന്ന് ഇവിടെ കുറേച്ച വെയിറ്റൊക്കെ അറ്റിനേറ്റിന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് കണ്ടമാനം വെയിറ്റ് 1.5 ലക്ഷം രൂപയോളം വെയിറ്റ് എടുത്ത് കൊണ്ടുപോയി. ഇതിപ്പോൾ വെയിറ്റ് മാത്രം കൊണ്ടുപോയതല്ല, ഈ പണി തന്നെ എടുക്കാൻ 2 ആഴ്ച പിടിക്കേണ്ടി വരും മൊത്തത്തിൽ. കൊണ്ടുപോയത് ഇപ്പോൾ അറിയണത് ഇന്നലെ മുതലാണ് അറിയണത്. നമ്മൾ വ്യാഴാഴ്ച പണി നിർത്തി പോകുമ്പോഴൊന്നും കണ്ടിട്ടില്ല. 4 വെയിറ്റ് 1 കിലോ ഉണ്ടാവും. ആ തെരുവ് വെച്ചിട്ട് ഈ തെരുവ് വരെ നന്നായിട്ട് അടുത്തടുത്ത് ഇടയിൽ അന്യ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ്, ഈ പണിയെടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. വലകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വള്ളം ശനിയാഴ്ച കടലിറക്കാനിരിക്കെയാണ് മോഷണം നടന്നത്. സമാനമായ സംഭവം മുമ്പും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. സമീപ പ്രദേശങ്ങൾ നിർത്തിയിട്ട ബസ്സുകൾ കേന്ദ്രീകരിച്ച് മദ്യം കഞ്ചാവ് മാഫിയ സംഘങ്ങളുടെ വിളയാട്ടമുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഒരു 10-20 വണ്ടി ഈ ലൈനിൽ സൈഡാവും. രാത്രി 9 മണി കഴിഞ്ഞാൽ തനി കുട്ടികൾ മദ്യം അടിക്കുക, കഞ്ചാവ് വലിക്കുക. രാത്രി 1 മണി 2 മണി വരെ ഇതിൻ്റെ അകത്ത് കാവലാണ്. ഇപ്പം ബസ് 3 ഉള്ളൂ. ഒരു 6 മണി കഴിഞ്ഞാൽ 10-20 ബസ് ഉണ്ടാവും. ഇത് ഉടമസ്ഥ ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കണം ബസ്സൊക്കെ. അല്ലെങ്കിൽ ഉടമസ്ഥൻ വന്നിട്ട് ഈ വണ്ടി കംപ്ലീറ്റ് ഇവിടുന്ന് എടുത്തുകൊണ്ടോണം. അതേ നമുക്ക് ഒരാളെ പിടിക്കാൻ കഴിയില്ല. രാത്രി വന്നു കഴിഞ്ഞാൽ കാണാം ഈ ബസ് നിറവാ കുട്ടികളാണ്. ആരെയും ചേട്ടി നമുക്ക് സംശയം പറയാൻ പറ്റും. ഇതിപ്പോൾ ഒരു 10-50 ആൾക്കാരെ ജോലിയാണ്. ഇപ്പം ഞങ്ങൾ 2 ആഴ്ച ഇവിടെ ഇട്ടിട്ട് ഇടയ്ക്ക് 2 വെയിറ്റ് ഈ കാർക്കൊക്കെ പോകും. അത് ഞങ്ങൾ ശ്രദ്ധിക്കില്ല. ഇപ്പം ഇന്ന് രാവിലെ പണിക്ക് വന്നപ്പോൾ ഇത് കണ്ടിക്കണം, മൊത്തം അരിഞ്ഞ് ഓരോ കഷ്ണം അരിഞ്ഞ് ആ കഷ്ണങ്ങളെല്ലാം വരും. ഇതിൽ നിന്നൊക്കെ ഊരി കൊണ്ടുപോയതാണ്. ഈ 50 കുടുംബം എങ്ങനെ ജീവിക്കണം? അല്ലാതെ തന്നെ പരാജയത്തിലാണ് പോണത്. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂരിൽ ഹൈടെക് അറവുശാല ഒരുങ്ങുന്നു. 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. നിലവിൽ പരന്നേക്കാട് പ്രവർത്തിക്കുന്ന അറവുശാലയിൽ നിന്നും മാലിന്യം കാരണം പ്രദേശവാസികൾ പൊറുതിമുട്ടിയിരുന്നു. തിരൂർ നഗരസഭയിൽ ആധുനിക അറവുശാലയുടെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമായി. 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ എം.എൽ.എ. നിർവഹിച്ചു. നിലവിൽ പരന്നക്കാട് പ്രവർത്തിക്കുന്ന അറവുശാലയുടെ വൃത്തിഹീനമായ ചുറ്റുപാട് മാറ്റിയെടുക്കുന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. പരമ്പരാഗത രീതിയിലാണ് ഇവിടെ മൃഗങ്ങൾ അറുത്തുവരുന്നത്. ഇക്കാരണത്താൽ ഇവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം പോലും മലിനമാകപ്പെടുന്ന അവസ്ഥയായിരുന്നു. 3.5 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റിലാണ് പ്രവൃത്തി. വളർച്ചയുടെ പടവുകൾ കയറി വരികയാണ് തിരൂർ നഗരസഭ. പുതിയ ഭരണ സാരഥ്യം വഹിക്കുന്ന ടീം അംഗങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മുടെ നഗരസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള യത്നത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുതിയ അറവുശാലയുടെ നവീകരണ പ്രവൃത്തികളുടെ തുടക്കം ഇവിടെ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. തിരൂരിൽ ഇതേപോലെ തന്നെ ഇവിടുത്തെ വ്യാപാര മേഖലയിൽ മാർക്കറ്റിംഗ് രംഗത്ത് എല്ലാം പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തിയും അതേപോലെ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയും നമുക്ക് ഈ വളർച്ച ദാഹിച്ചു നിൽക്കുന്ന ഈ മേഖലയിൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒക്കെ പരമാവധി സഹകരണം അതിനുവേണ്ടി കിട്ടും. അതുകൂടി സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടതുണ്ട്. മിഷനറിക്ക് പുറമെ ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടും. തീർച്ചയായും ശുദ്ധമായ മാംസം കിട്ടുക എന്ന ഫ്രഷ് മാംസം കിട്ടുക എന്ന വലിയൊരു ഉദ്ദേശത്തോടെയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബഹുമാന്യനായ MLA-യും പ്രിയങ്കരിയായ നഗരസഭാധ്യക്ഷയും ആരോഗ്യ സമിതി അധ്യക്ഷയും നഗരസഭാ സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗവും ഒക്കെ ഈ പ്രദേശവാസികളും തന്നെ ഇത് ഭംഗിയായി നടക്കണം, ഇവിടെ കൃത്യമായി കാര്യങ്ങൾ നടക്കണമെന്ന് അവരെപ്പോഴും വീക്ഷിക്കുകയും അതിന് നിരന്തരം നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നഗരസഭ അവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീം അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫാത്തിമത്ത് സജിന, KK സലാം മാസ്റ്റർ, വാർഡ് കൗൺസിലർ സജിനാൻ സാർ, മുനിസിപ്പൽ സെക്രട്ടറി TV ശിവദാസ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ PKK തങ്ങൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഖാലിദ്, K ഇബ്രാഹിം ഹാജി, യാസിർ പയ്യോളി, AK സീതാലിക്കുട്ടി, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, KP ഹുസൈൻ, സെയ്ദു ചെറുതോട്ടത്തിൽ, C ജൗഹർ, അൻവർ, നൌഷാദ് പരന്നേക്കാട്, നാസർ പൊറൂർ, കൗൺസിലർമാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 14ാം പഞ്ചവത്സര പദ്ധതി താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ മുന്നൊരുക്കം ആരംഭിച്ചു. ആസൂത്രണ സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസ്ഥാരേഖ തയ്യാറാക്കുന്നതിനായി താനാളൂർ ഗ്രാമപഞ്ചായത്ത് വിപുലീകൃത ആസൂത്രണ സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീശൻ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരെ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടി, വരുന്ന വർഷങ്ങളിൽ നമുക്ക് എന്തൊക്കെ നടത്തണം എന്നതിനെ സംബന്ധിച്ചിട്ട് പരിശീലന പരിപാടി ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വി എ ഖാദർ, ആബിദ ഫൈസൽ, പഞ്ചായത്ത് അംഗം സുലൈമാൻ ചാത്തേരി എന്നിവർ സംസാരിച്ചു. 25 വർഷം മുതലുള്ള സ്ഥിതിവിവര കണക്കുകൾ തയ്യാറാക്കുന്നതിനും ഫോട്ടോകളും മറ്റു രേഖകളും ശേഖരിക്കുന്നതിനും വാർഡ് തല ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾക്കും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾക്കും രൂപരേഖ തയ്യാറാക്കി. വിവിധ നിർവഹണ ഉദ്യോഗസ്ഥരും മുൻജനപ്രതിനിധികളും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് സെക്രട്ടറി പി രാംജിലാൽ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഒ കെ പ്രേമരാജ് നന്ദിയും പറഞ്ഞു. 30 സെക്കൻഡ് സമയം കൊടുത്താൽ 28 ചോദ്യങ്ങൾക്ക് അനൈ ഉത്തരം നൽകും. ഇങ്ങനെ അറിവിന്റെ മഹാപ്രപഞ്ചം തീർത്ത് 5 വയസ്സിനിടെ 5 റെക്കോർഡുകളാണ് അനൈ വേദിക്കുന്ന കൊച്ചുമിടുക്കനെ തേടിയെത്തിയത്. ഓർമ്മശക്തിയുടെ വേഗതയും സമം ചേർത്ത ഉത്തരങ്ങൾ കൊണ്ട് മാസ്മരികത തീർക്കുകയാണ് അനൈ വേദിക്ക്. 30 സെക്കൻഡിൽ 28 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ 5 വയസ്സുകാരന്റെ വിസ്മയ പ്രകടനം ആരെയും ഒന്ന് ഞെട്ടിക്കും. തവനൂർ മറവഞ്ചേരി സ്വദേശി അനൂപിന്റെയും ജിൻസിയുടെയും മകൻ അനൈ വേദിക്കാണ് ഓർമ്മശക്തിയും വേഗതയും സമം ചേർത്ത ഉത്തരങ്ങൾ കൊണ്ട് മാസ്മരികത തീർക്കുന്നത്. 5 വയസ്സുകാരന്റെ അതിവേഗ ഉത്തരങ്ങൾക്ക് 5 റെക്കോർഡുകളാണ് തേടിയെത്തിയത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ സ്റ്റാർ വേൾഡ് റെക്കോർഡ് എന്നിവയാണ് അനൈ വേദിക്കിനെ തേടിയെത്തിയത്. തമിഴ്നാട് കാഞ്ചീപുരത്തെ ഷഹനയുടെ പേരിലുള്ള റെക്കോർഡാണ് അനൈ തകർത്തത്. ഷഹന 30 സെക്കൻഡിൽ 20 ചോദ്യങ്ങൾക്കാണ് ഉത്തരം പറഞ്ഞത്. റെക്കോർഡിന്റെ ഭാഗമാകുമ്പോൾ ഷഹനയ്ക്ക് 4.5 വയസ്സായിരുന്നു പ്രായം. അനൈ 8 ഉത്തരങ്ങൾ കൂടുതൽ പറഞ്ഞാണ് ഷഹനയെ മറികടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരള മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, രാഷ്ട്രപിതാവ്, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ദേശീയ ചെടി, ദേശീയ മരം, ദേശീയ വിഭവം, ദേശീയ നദി, ദേശീയ ഗാനം, ഗാന്ധിജിയുടെ ജനനം, ദേശീയ എയർലൈൻസ്, ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യ, 5 അവയവങ്ങൾ തുടങ്ങി 30 ചോദ്യങ്ങളാണ് ചോദിച്ചത്. നരേന്ദ്രമോദി, പിണറായി വിജയൻ, ശിവൻകുട്ടി, ഗാന്ധിജി, മലപ്പുറം, ടൈഗർ, പീകോക്ക്, ലോട്ടസ്, ബനാന, മാംഗോ, പംകിൻ. ശ്വാസം വിടാതെയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിലാണ് ഉത്തരങ്ങൾ പലതും പറഞ്ഞു തീർക്കുന്നത്. കണ്ണുകെട്ടിയാണ് അനൈ ഗിന്നസ് റെക്കോർഡ്സിനായി ഉത്തരങ്ങൾ പറഞ്ഞത്. മറവഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് അനൈ. 2 വയസ്സ് മുതൽ വലിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഏത് കാര്യത്തോടും ആവർത്തിച്ച് സംശയങ്ങൾ ചോദിക്കുക പതിവായിരുന്നു. കുട്ടിയുടെ ഈ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കുട്ടിയുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നൽകി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, ഇന്ത്യ സ്റ്റാർ വേൾഡ് റെക്കോർഡ്, ഇങ്ങനെ 5 റെക്കോർഡുകളാണ് 5 വയസ്സിൽ കരസ്ഥമാക്കിയത്. ഫോർമാലിറ്റീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള ഇങ്ങനെ കഴിവുകൾക്ക് ഇങ്ങനെ അംഗീകാരം കിട്ടിയത് കണ്ടു. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്താണോ എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മോന് വെച്ച് നോക്കിയപ്പോൾ അവന് ചെറുപ്പത്തിലൊരു 3 വയസ്സ് മുതൽ GK നന്നായിട്ട് പറയും. GK പറയുന്ന സമയത്ത് പെട്ടെന്ന് റിസ്ക് ഉള്ള കാര്യങ്ങൾ അവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് GK എന്നുള്ള ഒരു ഐഡിയയിൽ ഞങ്ങൾ പോയത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. മലയാളത്തിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലും ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ മാറ്റി ഒരു ദിവസം കൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആൻസർ പറഞ്ഞു. കോവിഡ് കാലം അനൈന്റെ ഉത്തരം പറച്ചിലിന് വേഗത കൂട്ടാനുള്ള അവസരമായി എടുത്തു. പ്രയാസമുള്ള ഉത്തരങ്ങളാണ് അനൈ വേഗത്തിൽ പറഞ്ഞത്. ഇത് പ്രകാരം ചോദ്യങ്ങൾ തയ്യാറാക്കിയാണ് ഗിന്നസ് റെക്കോർഡിനായി തയ്യാറെടുത്തത്. അമ്മ ജിൻസി മറവഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ നഴ്സറി അധ്യാപികയാണ്. അച്ഛൻ അനൂപ് പ്രവാസിയും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിന്റെ വിവരങ്ങൾ സുതാര്യമാക്കാത്തത് സർക്കാരിന് ദുരുദ്ദേശമുള്ളത് കൊണ്ടാണെന്ന് ET മുഹമ്മദ് ബഷീർ MP. പ്രതിഷേധങ്ങൾക്കെതിരെ ഇടതുപക്ഷം ദുഷ്പ്രചരണം നടത്തുന്നു. കേരളത്തിനെതിരെ UDF കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വെട്ടിമുറിക്കുന്ന കേരയിൽ പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് UDF മലപ്പുറം കളക്ടറേറ്റിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്.
കേരയിൽ പദ്ധതിയെ സംബന്ധിച്ച വിവരങ്ങൾ സുതാര്യമാക്കാത്തത് സർക്കാർ ദുരുദ്ദേശമുള്ളതുകൊണ്ടാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. പദ്ധതിയുടെ ആവശ്യകത യുക്തിപരമായി വിശദീകരിക്കാനാകാതെ പ്രതിഷേധങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. സാമൂഹിക സാമ്പത്തികാഘാത പാരിസ്ഥിതിക പഠനങ്ങൾ നടത്താതെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം പദ്ധതി നടപ്പാക്കണമെന്ന് വാശി പിടിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇരുപതിനായിരം കുടുംബങ്ങളെയും 50,000 കച്ചവട സ്ഥാപനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നതാണ് പദ്ധതി. നിരവധി പള്ളികളും ക്ഷേത്രങ്ങളും മറ്റു സ്ഥാപനങ്ങളും പൊളിച്ചു മാറ്റേണ്ടി വരും. എന്നാൽ പദ്ധതി നേരിട്ട് ബാധിക്കുന്ന ഇടങ്ങളിൽ സർവേ നടത്തുകയോ അവരെ എങ്ങനെ പുനരധിവസിപ്പിക്കുന്നത് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ഇക്കാര്യത്തിൽ നിഗൂഢ സമീപനമാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടർ ബംഗ്ലാവിന് സമീപത്ത് നിന്നും ആരംഭിച്ച റാലി കളക്ടറേറ്റിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ UDF ജില്ലാ ചെയർമാൻ P.T. അജയ് മോഹൻ അധ്യക്ഷനായിരുന്നു. MLA-മാരായ KP മജീദ്, AP അനിൽകുമാർ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, P. അബ്ദുൽ ഹമീദ്, TV ഇബ്രാഹിം, P. ഉബൈദുള്ള, UDF നേതാക്കളായ VS ജോയ്, PK അബ്ദുറബ്ബ്, ആര്യടൻ ഷൗക്കത്ത്, ആലിപ്പറ്റ ജമീല, E. മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരും കേരളയിൽ സമരസമിതി അംഗങ്ങളും മാർച്ചിൽ പങ്കെടുത്തു. മതസൗഹൃദത്തിന്റെ കാവലാളാവുക, നാടിന്റെ ശക്തി കാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലത്തൂരിൽ മതനിരപേക്ഷ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മതസൗഹാർദ്ദത്തിന്റെ കാവലാളാവുക, നാടിന്റെ ശക്തി കാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPIM താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയലത്തൂരിൽ മതനിരപേക്ഷ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി അംഗം VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മുസൽമാൻ മനസ്സിലാക്കണം, കേരളത്തിലെ മുസൽമാൻ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ വോട്ടിന്റെ കണക്ക് ഞാൻ പറയാം. അല്ലേ, എന്താ മനസ്സിലാക്കേണ്ടത്? ആരാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ മുന്നിട്ട് നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയില്ല. ആ തിരിച്ചറിവുണ്ടായപ്പോഴാണ് അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസങ്ങളെല്ലാം അല്ലേ അതിന്ന് മാറ്റാനാണ്. കാരണം 5 കൊല്ലക്കാലം നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചു. ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം VT സോഫിയ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KT ശശി, V അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. വേലായുധൻ സ്വാഗതവും O അലവി നന്ദിയും പറഞ്ഞു. താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് 50ാം വാർഷികാഘോഷം വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകി. CK ആർക്കേഡിൽ നടന്ന യോഗം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സലമത്ത് ഉദ്ഘാടനം ചെയ്തു. താനാളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വിപുലമായ സ്വാഗത സംഘത്തിന് രൂപം നൽകിയത്. സ്വാഗത സംഘ രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സലമത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് VPO അസ്കർ അധ്യക്ഷനായിരുന്നു. തിരൂർ താലൂക്കിലെ തന്നെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ തന്നെ മികച്ച ഒരു സഹകരണ സ്ഥാപനമായി ഇത് വളർന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടൊന്നുമല്ല. 50 വർഷത്തെ വളരെ വേറിട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ജില്ലയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായി താനാളൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വളർന്നെങ്കിൽ അതിൻ്റെ 50ാം വാർഷിക ആഘോഷം അതിൻ്റെ അന്തസ്സത്തൊക്കെ ഉയർന്ന രൂപത്തിൽ നടത്തണമെന്നാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, മുൻ ബാങ്ക് പ്രസിഡന്റ് VPM അബ്ദുറഹ്മാൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KP കൃഷ്ണൻ, O. രാജൻ, P. രത്നാകരൻ, സഹദേവൻ കേപുരം, ഗീതാ മാധവൻ, P. ഹമീദാജി, M. സലാം മാസ്റ്റർ, സെക്രട്ടറി ഇൻചാർജ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗോ ഗ്രീൻ നോ പ്ലാസ്റ്റിക് സന്ദേശമുയർത്തി ബീപ്പങ്ങാടി ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലോഗ് ഗ്രൗണ്ട് സംഘടിപ്പിച്ചു. കുട്ടികൾ വ്യായാമത്തിന്റെയും പ്ലാസ്റ്റിക് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന്റെയും സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥിനികളും ചേർന്ന് സ്കൂൾ പരിസരത്ത് നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പുതിയങ്ങാടി വാട്സ്ആപ്പ് കൂട്ടായ്മ സ്കൂളിന് സംഭാവന ചെയ്ത വേസ്റ്റ് ബിന്നുകൾ ചടങ്ങിൽ വെച്ച PTA പ്രസിഡന്റ് സമീർ പൂക്കയിൽ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് P. ജലജയ്ക്ക് കൈമാറി. അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പുതിയ PT സാർ നടത്തിയിരിക്കുകയാണ്. ആ അവസരത്തിലാണ് PTA നിർദ്ദേശപ്രകാരം പ്രോഗ്രാം എന്ന ഈ പ്രോഗ്രാം ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഈ പരിപാടി സ്കൂളിൽ മാത്രമല്ല GS ഷിജുകുമാർ, T. പ്രകാശൻ, പ്രദീപ് കുമാർ, ശ്രീജ, സതീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മലപ്പുറം ജില്ലയിലും ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. രോഗബാധ ഷാർജയിൽ നിന്നെത്തിയ ബാംഗ്ലൂർ സ്വദേശിക്ക്. ഇയാൾ ടാർസനിയയിലും സന്ദർശനം നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. കേരളത്തിൽ 3297 പേർക്ക് കോവിഡ്, 3609 പേർക്ക് രോഗമുക്തി. മലപ്പുറത്ത് 135 പേർക്ക് രോഗബാധ. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു. വരം 8ാമത് സംസ്ഥാനതല ഭിന്നശേഷി സംഗമം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വരം പുരസ്കാരം KV റാബിയക്ക് മന്ത്രി ആർ ബിന്ദു സമ്മാനിച്ചു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 27, 28, 29 തീയതികളായി വാഗൺ ട്രാജൽ ടൗൺ ഹാളിലെ PP അബ്ദുള്ളക്കുട്ടി നഗറിൽ നടക്കും. മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരൂരിൽ ഹൈടെക് അറവുശാല ഒരുങ്ങുന്നു. 3.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ പ്രവൃത്തി ഉദ്ഘാടനം കുറുക്കുളി മൊയ്തീൻ MLA നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.